ഇന്ന് ഈ 3 കളർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം ഞാൻ അതിൽ വൈറ്റ് പേപ്പർ എടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 3ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് മേഘത്തിന്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. തെറ്റിപ്പോയി, ഇത് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കണ്ട, ഒരബദ്ധം പറ്റി. അപ്പൊ ഞാനത് മായ്ച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ പകുതി മതി കേട്ടോ. നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമുക്കത് 3D ആയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുത്ത് കഴിഞ്ഞാൽ പലതും പല ഷേപ്പായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ 3 ക്ലൗഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യത്തെ ക്ലൗഡിന്റെ പകുതി വശത്ത് നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് മറ്റേ ക്ലൗഡ് എടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് അടുത്ത ക്ലൗഡ് എടുത്ത് അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഇതുപോലത്തെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ക്ലൗഡ് ഞാൻ 3D ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ച ശേഷം ലാസ്റ്റ് ആ ഒരു സൈഡിൽ പശ തേച്ചിട്ട് നമുക്കിത് വിടർത്തിയിട്ട് അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡ് ഇവിടെ റെഡിയായി. ഇതിപ്പോ ഏകദേശം ഒരു ഫാനിന്റെ പോലെ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ ബ്രഷ് പെന്നിന്റെ മെറ്റാലിക് സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്ലൗഡിന്റെ അരികിക്കട ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മഴത്തുള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസിൽ മഴത്തുള്ളിയുടെ രൂപം ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരേപോലെ കിട്ടും നമുക്ക്. കാരണം 3D ആയിട്ട് ചെയ്യുമ്പം ഇതുപോലെ വെട്ടിയെടുത്താലാണ് തുള്ളികൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ ആ മഴത്തുള്ളിയുടെ വെട്ടിയെടുത്തിട്ടില്ലേ അത് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2 എണ്ണം നമ്മൾ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം 2 തുള്ളികൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ പേപ്പർ ഫുള്ള് കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ കളർ പേപ്പറിൽ നിന്ന് നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തുള്ളികൾ ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇനി അത് 3D ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം ലൈറ്റ് ബ്ലൂ കളറിൽ പശ തേച്ചിട്ട് പിന്നെ ഡാർക്ക് ബ്ലൂ കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ലൈറ്റ് ബ്ലൂ കളർ ഒട്ടിക്കുക. അതിന്റെ മുകളിലായിട്ട് ഡാർക്ക് ബ്ലൂ കളർ ഒട്ടിച്ച് അങ്ങനെ 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പൊ അത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണ്ട, നമുക്ക് അതിന്റെ വള്ളി ഒട്ടിച്ചു കൊടുക്കൂലേ ആ സമയത്ത് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും. അങ്ങനത്തെ എല്ലാ തുള്ളികളും ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് നൂല് വേണം. ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ അതിന്റെ സൈഡിൽ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഫെവിക്കോൾ എടുത്ത് അതിന്റെ സെന്ററിൽ ഇതുപോലെ പശ തേച്ചിട്ട് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ നൂല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നൂലും നിൽക്കും, നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു പേപ്പറൊക്കെ നിൽക്കും കേട്ടോ. നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടി നിൽക്കും കേട്ടോ. അങ്ങനെ ഒരു നൂലുമ്മ 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം, 1 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എങ്ങനെ തൂക്കിയിടുന്നു, എങ്ങനെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും തുള്ളി കൂടുതൽ ഉണ്ടാക്കിയിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ക്ലൗഡിലേക്ക് അതൊന്ന് കെട്ടി കൊടുക്കണ്ടേ, അതിനുള്ള ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഹോളിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം. ഏകദേശം വെച്ച് നോക്കി അതിന്റെ ഹൈറ്റിനനുസരിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ. ഞാനിതിങ്ങനെ നിവർത്തി പിടിച്ച് നോക്കിയപ്പം ഒരെണ്ണത്തിൽ ഞാൻ 3 എണ്ണം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ലെങ്ത് കൂടിയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പീസില്ലേ അത് ഞാൻ വേറെ കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലൊരു നൂല് കെട്ടി കൊടുക്കാം കേട്ടോ. നമുക്കതൊന്ന് തൂക്കിയിടണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. പിന്നെ ഇതിന്റെ അടിയിൽ ഞാനൊരു മുത്ത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിക്കൊടുത്താണ്, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ക്രാഫ്റ്റ് ഐഡിയ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ കർട്ടന്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അപ്പൊ എങ്ങനെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല നല്ല ക്രാഫ്റ്റ് ഐഡിയാസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ എന്നും പറയുന്ന പോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.